എന്നല്ലേ പറയണം. കൊളേട്ട ഫീൽസ്. കുഞ്ഞു കുട്ടിക്കൊരുങ്ങി അടിപൊളിയാണ്. ഷാൻഡോ അത് അവിടെ പുലിയാ അവിടെ എത്ര കണ്ണാടികളെ തീർന്നിട്ടുണ്ട്. ആ സാപ്പാടെല്ലാം പിടിച്ചാ. മിനി മൂന്നാറല്ല, ഫുള്ള് മൂന്നാർ. ട്രാവലിംഗ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ മിനി മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് ഹിൽസിലേക്കാണ്. ഈ കാണുന്നതാണ് കഴുത്തുരുട്ടി ജംഗ്ഷൻ. കൊല്ലം തെങ്കാശി ഹൈവേയിൽ തെന്മലയ്ക്കും ആര്യങ്കാവിലും നടുക്കാണ് ഈ സ്ഥലം വരുന്നത്. തെന്മല സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഈ ജംഗ്ഷനിൽ വന്നിട്ട് ലെഫ്റ്റ് ടേൺ എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകാനുള്ളത്. ഈ പോകുന്ന റൂട്ടിലെ ആദ്യ ഭാഗങ്ങളിൽ കൂടുതലും റബ്ബർ കൃഷിയാണ്. പോകുന്ന റൂട്ടിൽ ചെറിയൊരു അമ്പലവും അതിൻ്റെ ബാക്കിലായിട്ടൊരു കുഞ്ഞ് സ്പോട്ടും കണ്ടു. ഇവിടെയുള്ള വീടുകളെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതെന്ത് ഫാക്ടറിയാണ് ചേട്ടാ? ഇതെന്ത് ഫാക്ടറിയാണ്? റബ്ബർ. ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് അമ്പനാട്, ലെഫ്റ്റിലോട്ട് ആ റൂട്ടാണ് മാമ്പഴത്ത്. നമുക്ക് റൈറ്റ് പോവാണ്, റൈറ്റ്. ഇങ്ങോട്ടേക്കുള്ള റൂട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അടിപൊളി കാഴ്ചകളും കന്നുകാലികൾ റോഡിൽ മേഞ്ഞ് നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇനി അങ്ങോട്ടുള്ള ഏരിയകളിൽ കൂടുതലും പൈനാപ്പിൾ കൃഷികളാണ്. ഇവിടുത്തെ ഈ അമ്പലങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മളിങ്ങനെ കയറി വരുന്നതനുസരിച്ച് കാഴ്ചകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആദ്യം കുറച്ച് റബ്ബർ, പിന്നെ കുറച്ച് പൈനാപ്പിൾ കൃഷി. ഇനി നമുക്ക് മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. കൊല്ലം ജില്ലയിലെ തന്നെ ഏക ടീ എസ്റ്റേറ്റാണ് അമ്പനാട് എസ്റ്റേറ്റ്. വന്നപ്പോൾ യാദൃശ്ചികമായിട്ട് കണ്ടൊരു സാധനമാണ് കാണിച്ചു തരാം. നമ്മൾ കയറി വന്ന ടൈമിൽ കണ്ടൊരു ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണിത്. പെട്ടെന്നാരും ശ്രദ്ധിക്കാതെ ഒളിച്ചിരിക്കുന്നൊരു വെള്ളച്ചാട്ടമാണിത്. നിങ്ങൾ ഈ റൂട്ട് പോകണമെങ്കിൽ എന്തായാലും ഒന്ന് കയറി കണ്ടിട്ട് വേണം പോകാൻ.
തേയില നുള്ളി വെച്ചേക്കല്ലടാ അത്. അതെ അതെ. ഇവിടെ ഒരു തേയിലത്തോട്ടത്തിൽ കുറച്ച് ചേച്ചിമാരൊന്നും തേയില നുള്ളുന്നുണ്ടായിരുന്നു. നമുക്കെന്തായാലും അവരുടെ അടുത്തോട്ടൊന്ന് പോയിട്ട് വരാം. ഇതിപ്പോ എങ്ങനെയാണ് കിലോക്ക്? ഇത് കിലോക്ക് 27 കിലോ. ഒരു നേരിന് 27 കിലോ എടുക്കണം നമ്മൾ. 24 കിലോ കൊടുക്കണം. 27 കൊടുക്കണം. 1 കിലോക്ക് എത്ര കിട്ടും? അങ്ങനെ പറയത്തില്ല. 27 കിലോ നിങ്ങൾ ഒരാൾ 27 കിലോ ഏല തൂക്കി കൊടുക്കണം അല്ലേ? തൂക്കണം. എല്ലാ ആൾക്കാർക്കും 27 കിലോ തൂക്കണം. ആക്ടിങ് തമിഴ്നാട് തെങ്കാശി ഇല്ലേ? പുളിയറ. ആ തരും. നമ്മളെ കേരള ട്രിവാൻഡ്രം. ഇവരുമായിട്ടൊക്കെ സംസാരിച്ച് നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നിന്റെ പേരെ മുടിഞ്ഞിട്ടാ വന്നതേ വഴിയിലെ പതുക്കെ സാപ്പാടെല്ലാം മുടിച്ചാ? ഓക്കെ. ഹായ്. ഹായ്. ഇതും കൊള്ളാം. പക്ഷെ നേരത്തെ കണ്ടന്റ് അത്ര പോരല്ലേ? അതാ ഒളിഞ്ഞിരിക്കണോണ്ടായിരിക്കും അല്ലേ എന്റെ ഇടയിൽ? ഒളിഞ്ഞ അതാ നല്ല ഒരു ഇരുട്ടൊക്കെ ഫീൽ ചെയ്യുന്നു. ഇത് സ്റ്റെപ്പാണ് കേട്ടോ കറക്റ്റ്. നമ്മളങ്ങനെ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കയറി വന്നപ്പോൾ തന്നെ ചെറിയൊരു പണി കിട്ടി. ഓ ഇതാണ് നല്ല സൈസാണ്. ഈ ഗേറ്റിൻ്റെ അവിടുന്ന് പാസ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ. ബൈക്കിന് 100 രൂപയും കാറിന് 500 രൂപയുമാണ് റേറ്റ്. പിന്നെ ക്യാഷായിട്ട് തന്നെ കൈ കരുതണം. ഗൂഗിൾ പേ അക്സെപ്റ്റഡ് അല്ല. ഈ എസ്റ്റേറ്റിനെ പല ഡിവിഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാ റൂട്ടും കറങ്ങി കാണാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് നേരെയുള്ള ഈ റൂട്ട് വഴി പോവാം. ഇതാ തേയില വളർന്ന മരമായാണ്. വെട്ടായിരുന്നു വരുന്നത്. ഈ സൈഡൊക്കെ ഫുള്ള് കാട് പിടിച്ചിറങ്ങിയാണ്. ഈ സൈഡ് വലിയ കുഴപ്പമില്ല. മരമാണ് ഇവിടെ കാട്. തേയില മരമാണ്. നമ്മൾ വെട്ടി ചെറുതാക്കി നിർത്തുന്നതിന്. ഇവിടുന്ന് അങ്ങോട്ട് അമ്പനാട് റബ്ബർ ഡിവിഷനാണ്. കുഞ്ഞു കുട്ടിക്കുരങ്ങ. അയ്യോ അടിപൊളിയാണ്.
നമ്മളൊരു സംശയം തോന്നി കൊളയേട്ട ഉണ്ടാകുന്ന വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. എന്നെ കൊളയേട്ട ഉണ്ടപ്പോൾ അത് എന്നെ സന്തോഷം. ഇല പൊഴിഞ്ഞ റബ്ബർ. നമ്മളങ്ങനെ കയറി വന്ന റോഡിൻ്റെ ഏകദേശം എൻ്റെ എത്താറായപ്പം അവിടെ ഒരു വീട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട്. നമുക്ക് എന്തായാലും അത് നോക്കിയിട്ട് വരാം. ഏതാ വ്യൂ അല്ലേ ഇത്? പൊളിച്ച് വീട് എടുക്കണമെങ്കിൽ ഇവിടെ എടുക്കണം. റിസോർട്ടാക്കാം നമുക്ക്, പ്രൈവറ്റ് റിസോർട്ട്. സ്ഥലം ഒരു ഐഡിയ ഇല്ലല്ലോ. അല്ല, സ്ഥലത്തിൻ്റെ പേരേ നമുക്ക് മാപ്പിൽ നോക്കണം. ഇവിടെ ഏത് സ്ഥലമാണ് നോക്കിയാണ് എൻ്റെ ഗൂഗിൾ മാപ്പിൽ. ഇതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ആണ്ട്രാ. നമ്മൾ കയറി വന്ന ടൈമിൽ ഇത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞത് ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ എൻട്രൻസിനോട് ചോദിച്ചാൽ അറിയാമെന്നാണ് പറഞ്ഞത്. ഉണങ്ങിയതാണ്, ഫ്രഷല്ല. കാണാൻ വേണ്ടി ചോദിക്കുന്നു. അവര് ആരെ കാണരുത്, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. തന്നെ തന്നെ, അതാണ് റിയാലിറ്റി. ഈ റോട്ടേ പോവല്ലോ, എല്ലാം വനമാരി കിടക്കുക. മയിലാണ് കൂടുതലും അല്ലേ? മയിലാണ്. മയിൽ ഇഷ്ടം പോലെ മയിൽ കുറഞ്ഞു. പിന്നെ ആന അല്ലേ? ആന, പുലി. പുലിയാ? പുലി ഇറങ്ങാറുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മളത് കൂടുതൽ ഇതില്ല. ഇടയ്ക്കിടയ്ക്ക് ആളുകളുള്ളതുകൊണ്ട് പുലി ഇറങ്ങോ? പിന്നെ പുലി ഉണ്ടല്ലോ. മാട് എത്ര കന്നാലികളെ തീർത്തിട്ടുണ്ട്. ആ, നമ്മളവിടെ തിരിച്ച് വീണ്ടും ഗേറ്റിൻ്റെ അവിടെ എത്തി. നമുക്ക് ലെഫ്റ്റിലോട്ട് പോവാം. നിങ്ങളൊക്കെ എവിടെ നിന്ന് വരണമെന്ന് പറഞ്ഞു? അതവിടെ. ഓക്കേ, ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് ആനച്ചാടി ഡിവിഷൻ. നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയിട്ട് അവിടെ ഒരു വ്യൂ പോയിൻറ്റും ടീ ഫാക്ടറിയൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് തിരിച്ചു വരാം. അമ്പനാട്ടിലേക്ക് രാവിലെയും വൈകുന്നേരവും ഓരോ KSRTC ബസ് വീതമുണ്ട്. വരുന്ന KSRTC ബസ് ഈ ഒരു ജംഗ്ഷൻ വരെയാണ് വരുന്നത്. അതിൻ്റെ ടൈമിംഗ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിൻറ്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടീ ഫാക്ടറിയും മനോഹരമായ മലനിരകളും നമുക്ക് കാണാം.
ഇവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ എസ്റ്റേറ്റിൻ്റെ എൻഡ് എത്തും. അങ്ങോട്ട് പോകാൻ പറ്റൂലടാ, ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ എന്നല്ലേ പറയണം. അപ്പോൾ ഇതല്ല ഫാക്ടറി പോണ വഴി. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ റൂട്ട് വഴി നമുക്ക് അച്ചൻകോവിലിൽ പോകാമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. പക്ഷേ മാപ്പിൽ പോലും ഇല്ലാത്ത റോഡാണത്. നമ്മൾ തിരിച്ച് വീണ്ടും ആ ജംഗ്ഷനിലോട്ട് വന്നിട്ട് ടീ ഫാക്ടറിയുടെ അങ്ങോട്ട് പോവുകയാണ്. ഈ ടീ ഫാക്ടറിയൊക്കെ വിസിറ്റ് ചെയ്യണമെങ്കിൽ രാവിലെ ഒരു 9 മണിക്കുള്ളിൽ ഇവിടെ എത്തണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരാൾക്ക് വരുന്ന റേറ്റ് ഏകദേശം 150 രൂപയാണെന്ന് തോന്നുന്നു. രാവിലെ വന്നാൽ കാണാമല്ലേ? എത്ര രൂപ? നമ്മൾ നേരത്തെ കണ്ടതുപോലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ള വേറൊരു ബംഗ്ലാവാണിത്. ഇനി നമ്മൾ ആനച്ചാടി ഡിവിഷനിലോട്ട് പോവുകയാണ്. അങ്ങോട്ടേക്കുള്ള റൂട്ട് അടിപൊളിയാണ്. പിന്നെ ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. സമയം ഇപ്പോൾ ഏകദേശം സന്ധ്യ ആവാറായി. നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് മാക്സിമം പറ്റുന്ന അത്രയും കവർ ചെയ്യാം. അമ്പനാട്ടിലേക്കുള്ള വൈകുന്നേരമുള്ള ബസ്സാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. മിനി മൂന്നാറല്ല, ഫുള്ള് മൂന്നാർ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ അമ്പനാട്ടിലെ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ അമ്പനാട് വിസിറ്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം.